ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നല്ല ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ റെസിപ്പികളൊക്കെ ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കി. പായസം, സദ്യ, മസാലക്കറി, പച്ചടിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി നല്ല കമൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഓണത്തിൻ്റെ റെസിപ്പികളാണ് ഇട്ടേണ്ടിരുന്നത്. അപ്പോൾ ഇൻട്രോയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു തീയലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. തീയൽ ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ വലിയ ചെമ്മീൻ അഥവാ കൊഞ്ച് തൊലിയെല്ലാം കളഞ്ഞെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൈകൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം മാറ്റി വെക്കണം. കറിക്ക് പുളിക്കായിട്ട് വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൈകൊണ്ടൊന്ന് നല്ലപോലെ തിരുമ്മി പിഴിഞ്ഞ് മാറ്റി വെക്കണം. തീയലിന് വറുത്തരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 1 കപ്പ് തേങ്ങ ചിരവിയത്, 1 തണ്ട് കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളി, 3 അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 നുള്ള ഉലുവ. ഉലുവ കൂടി പോകരുത്, 2 നുള്ള ഉലുവ മതി. കറിയിൽ കുറച്ച് തേങ്ങ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിക്ക് അരപ്പുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചിരവിയത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കണം. സ്റ്റവിന്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് കുറച്ച് സമയമെടുത്ത് തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയുടെ കളറെല്ലാം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുരുമുളകും ജീരകവും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നല്ലപോലെ വറുത്തെടുക്കണം. തേങ്ങ കൂടുതൽ ഡ്രൈ ആയി അടിയിൽ പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ സ്വല്പം വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് 2-3 മിനിറ്റ് നല്ലൊരു വഴറ്റി കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മിക്സിയിൽ ഒരു ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. തേങ്ങ മിക്സിയിൽ ഒരു ചെറിയ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതൊട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ചെമ്മീൻ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടാണ് നമ്മൾ തീയൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ വറുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും തീയൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീൻ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ കുറേശ്ശെയായിട്ട് ഇട്ട് വറുത്തെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന ചെമ്മീൻ 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെമ്മീൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെമ്മീൻ കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ട് 2-3 മിനിറ്റ് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെമ്മീൻ കൂടുതൽ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ കൂടുതൽ ഹാർഡായി പോകും. ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ്റെ 2 സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചെമ്മീൻ ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാം. കടായി ചൂടായിരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും 1/2 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. കൂടെ 4 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളിയെല്ലാം മൂത്തൊരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കാം. ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.
ഇപ്പോൾ ഉള്ളിയും തേങ്ങയും എല്ലാം ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അരപ്പ് ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിന്റെ പിശറെല്ലാം മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കൂടുതൽ തിക്കാണെങ്കിൽ പാകത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോയത് കറി ഒരു കുറുകിയ പാകത്തിൽ വേണം ഇരിക്കാനായിട്ട്. പുളിയെല്ലാം ചേർത്ത് കഴിഞ്ഞ് കറി കുറച്ച് സമയം നല്ലതുപോലെ തിളപ്പിക്കണം. ഗ്രേവി ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം. ഇപ്പോൾ ഗ്രേവി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞ് കറി നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാനൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യാം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. കറിയെല്ലാം ഒന്ന് കുറുകി വരണം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി നല്ലപോലെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് പുളിയെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ശർക്കരയുടെ കഷ്ണമാണെങ്കിലും മതി, ചേർത്ത് കൊടുത്താൽ മതി. മധുരം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം ഇഷ്ടമില്ലെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുപോലെ ശർക്കര ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ശർക്കര നീര് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായിരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കൂടെ ചേർത്ത് മൂപ്പിക്കാം. കറിവേപ്പിലയും ഉണക്കമുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി താളിച്ചെടുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ വളരെ രുചികരമായി നമ്മുടെ ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്